നമ്മളിവിടെ 80ഉം 90ഉം കഴിഞ്ഞ സാമുദായിക രാഷ്ട്രീയ നേതാക്കളുടെ സ്വഭാവത്തിലേക്ക് എടുത്ത് നോക്കൂ, അവരുടെ പ്രസ്താവനകളിലേക്ക് എടുത്ത് നോക്കൂ. ആ പ്രസ്താവനകളിലൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെ മറ്റുള്ളവരെ മോശക്കാരാക്കി, അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ സ്പർദ്ധയുണ്ടാക്കാം, മതവിദ്വേഷം ഉണ്ടാക്കാം, അങ്ങനെ ഏതെല്ലാം കുടില വിദ്യകൾ നോക്കിയിട്ട് അധികാരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ചിലരെ അധികാരത്തിൽ എത്തുന്നതിന് എങ്ങനെ സഹായിച്ച് അതിലൂടെ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്നൊക്കെയുള്ള ചിന്തയിൽ ഒരു മനുഷ്യജീവിതത്തിൻ്റെ 80 വർഷവും 90 വർഷവുമൊക്കെ ജീവിച്ചിട്ടും അതിൽ നിന്നും മോചിതരാവാൻ മനുഷ്യന് കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒടുങ്ങാത്ത ആർത്തി ചെറുപ്പക്കാരിലും മുതിർന്നവരിലും നിലനിൽക്കുന്നു? എന്തുകൊണ്ട് LKG പഠിക്കുന്ന ഒരു കുട്ടിയിൽ റാങ്ക് സംബന്ധിച്ചിട്ട് ഇത്തരം ഒരു ആർത്തി രക്ഷിതാക്കൾ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ സൃഷ്ടിച്ചെടുക്കുന്നു? അപ്പോൾ 2ഉം 3ഉം വയസ്സിൽ തുടങ്ങുന്ന ആ ഒരു വിത്ത് വിതരണമാണ്, ആർത്തിയുടെ വിത്ത് വിതരണമല്ലേ നടക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ചിന്തയിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കൊരു സമഗ്രമായ ഒരു നോട്ടത്തിലേക്ക്, സമൂഹത്തിലേക്കുള്ള ഒരു സമഗ്ര നോട്ടത്തിലേക്ക് ഈ ദീപകിന്റെ ആത്മഹത്യ കേരള സമൂഹത്തെ ഒന്നാകെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്.